ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 3, ശ്ലോക 8. പ്രഭൂത ആധിവ്യാധി പ്രസഭ ചലിതേ മാമകഹൃദി ത്വദീയം തദ് രൂപം പരമരസചിത് രൂപം ഉദയാത് ഉദഞ്ജൻ രോമാഞ്ചഃ ഗളിത ബഹുഹർഷാശ്രുനിവഹഃ യഥാ വിസ്മര്യാസം ദുരുപശമപീഡാ പരിഭവാൻ. പ്രഭൂത വളരെയേറെ, ആധിവ്യാധി മനോദുഃഖം രോഗം കൊണ്ടുള്ള ദുഃഖം, പ്രസഭ അതിനെ കൊണ്ട്, ചലിതേ ചലിക്കാത്തത് ഇളക്കം ഇല്ലാത്തത്, മാമക എൻ ഹൃദയം ഹൃദി മനസ്സ്, ത്വദീയം ഭഗവാന്റെ ചിന്ത, തദ് രൂപം ഭഗവാന്റെ രൂപം, പരമരസ സാന്ദ്രാനന്ദാത്മകമായിട്ടുള്ള ആ രസത്തെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്, ചിത് രൂപം മനസ്സിലെ ആ സ്വരൂപം, ഉദിയാത് തെളിഞ്ഞ വണ്ണം കാണുന്നത്, ഉദഞ്ചൻ സ്പഷ്ടമായി കൊണ്ട്, രോമാഞ്ചക കൊൾമയിർ കൊണ്ട് കുളിർമയേകുന്നത് മനസ്സിനെ രോമാഞ്ച സഹിതമായി കൊണ്ട്, ഗളിത കവിൾ തടം, ബഹു ധാരാളം, ഹർഷ സന്തോഷം, ശ്രനിവഹ കണ്ണീരൊഴുകി, യഥാ യഥാർത്ഥത്തിൽ, വിസ്മര്യാസം മറന്നു പോകട്ടെ, ദുരൂപശമ അടക്കാൻ കഴിയാത്ത, പീഡ രോഗ പീഡത്താൽ ഉണ്ടാകുന്ന ആ ഒരു ദുഃഖം, പരിഭവാൻ പരിഭവങ്ങൾ, പ്രഭൂതാദിവ്യാധി പ്രസഭചലിതേ മാമകഹൃദി ത്വദീയം തദ്രൂപം പരമരസ ചിദ്രൂപമുദിയാത് ഉദഞ്ചദ്രോമാഞ്ചോ ഗളിത ബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമ പീഡാ പരിഭവാൻ. മനസ്സിന് ഒരു ഭക്തന്റെ ആ ഒരു ഹൃദയത്തിൽ മനോവേദന രോഗം കൊണ്ടോ ഇല്ലാത്ത ഒരു ചിന്തകൾ കൊണ്ടോ മനസ്സിനെ വേദനിപ്പിക്കുന്ന ആ ഒരു ദുഃഖത്തെ ശമിപ്പിക്കുവാൻ ഭഗവാന്റെ ചിന്തയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ആ ഭഗവാന്റെ സ്വരൂപത്തെ കാണുമ്പോൾ ആ ശരീരത്തിലെ മനസ്സിലെ ഹൃദയത്തിലെ പീഡങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നു. ആ ഒരു സാന്ദ്രാനന്ദാത്മകമായ ആ ഒരു സ്വരൂപത്തെ കാണുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ആഹ്ലാദം ലഭിക്കുന്നു. അങ്ങനെ മനസ്സിൽ ആ സ്വരൂപം എന്നേക്കുമായി പതിഞ്ഞു നിൽക്കുന്നു. അങ്ങനെ തെളിഞ്ഞ് സ്പഷ്ടമായി കാണുന്ന ആ ഒരു സ്വരൂപം എൻ്റെ മനസ്സിൽ ഒരു രോമാഞ്ചത്തെ ഉണ്ടാകുന്നു. അതിനുശേഷം ആ ഒരു രോമാഞ്ചത്തിൽ മുഴുകി നിൽക്കുമ്പോൾ തന്നെ ആനന്ദ കണ്ണീർ എൻ്റെ ഈ കവിൾത്തടത്തിലൂടെ ഇങ്ങനെ ഒഴുകുവാനും സാധിക്കുന്നു. അങ്ങനെ ഒരു ഭക്തന്റെ മനസ്സിലും ഹൃദയത്തിലും ആ ശരീരത്തിലും കണ്ണുകളിലും ഭഗവാൻ എന്നും ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നു. അങ്ങനെ സന്തോഷത്തോടെ കണ്ണീർ ഒഴുകിക്കൊണ്ട് യഥാർത്ഥത്തിൽ ആ ഒരു ചുറ്റുമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും മറന്നു പോകുന്നു ആ ഒരു ഭക്തൻ. അങ്ങനെ അടക്കാൻ കഴിയാത്ത രോഗപീഠങ്ങളെയും പരിഭവങ്ങളെയും ഇല്ലാതാക്കി തീർക്കുവാൻ ആ ഒരു ഗുരുവായൂരിലെ ആ സ്വരൂപത്തിനു മാത്രമേ കഴിയൂ. ഇതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്.